സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൈനിസം, ബുദ്ധിസം എന്നീ രണ്ട് ആശയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ചില കേന്ദ്രങ്ങൾ ജൈനമതവും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സ്ഥലങ്ങൾ, ചില പ്രദേശങ്ങൾ, ചില സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നോക്കി. അതുമായി ബന്ധപ്പെട്ട് അത് എവിടെയാണ്, അത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണോ ജൈനമതവുമായി ബന്ധപ്പെട്ടതാണോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞു. ഇനി ഈ ഒരു യൂണിറ്റിൽ അവശേഷിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം അതിൽ ഏറ്റവും ആദ്യം മഹാജനപദാസ് എന്നൊരു ഹെഡിങ് കാണാം. മഹാജനപദങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആര്യന്മാർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്ന് എവിടേക്ക് മാറി എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് ഗാംഗറ്റിക് പ്ലെയിൻ, അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലേക്ക് താമസം മാറി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. ആ ഒരു പീരീഡാണ് ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ഈ സപ്തസൈന്ധവ പ്രദേശത്ത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അവരെത്തിച്ചേർന്നിട്ടുള്ള സപ്തസിന്ധു റീജിയൻ, അവിടുത്തെ ഒരു താമസം അല്ലെങ്കിൽ ജീവിത രീതി എന്ന് പറയുന്നത് ട്രൈബ്സ് ആയിട്ട്, ഒരുപാട് ഗോത്രങ്ങളായിട്ടാണ് അവർ ജീവിച്ചതെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് വന്നപ്പോൾ അവരുടെ ലൈഫിൽ പല മാറ്റങ്ങളും ഉണ്ടായി. മീൻസ് ലേറ്റർ വേദിക് പീരീഡ്, അതാണല്ലോ ഗാംഗറ്റിക് റീജിയനിലുള്ള അവരുടെ കാലഘട്ടം. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ട്രൈബ്സിന്റെ സ്ഥാനത്തേക്ക് ജനപദങ്ങൾ കടന്നു വന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ആ ജനപദങ്ങൾ പിന്നീട് മഹാജനപദങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ജനപദങ്ങൾ പലതും കൂടിച്ചേർന്ന് ചില മഹാജനപദങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളിവിടെ കടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് ഒരു ചിത്രം ഇവിടെ നൽകിക്കൊണ്ട് ആ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ്. Look at the picture. It is the depiction of a relief panel on a pillar in a Buddhist monastery in Barhut, മധ്യപ്രദേശ്. അതായത് മധ്യപ്രദേശിലുള്ള ഒരു ബുദ്ധ കേന്ദ്രമായിട്ടുള്ള ബാർഹുത്തിലെ ഒരു സ്തൂപത്തിൽ, ഒരു പില്ലറിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു രംഗമാണ്, ഒരു ചിത്രീകരണമാണ്, അല്ലെങ്കിൽ കൊത്തിവെച്ചിട്ടുള്ള ഭാഗമാണ് ഇവിടെ ഈ ഒരു ചിത്രം, നമ്മളിവിടെ കാണുന്ന ചിത്രം. ഓക്കെ, മധ്യപ്രദേശിലുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിട്ടുള്ള, അല്ലെങ്കിൽ ബുദ്ധമത കേന്ദ്രമായിട്ടുള്ള ബാർഹുത്തിലെ ഒരു പില്ലറിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നമ്മോട് നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഇവിടെ ചോദിക്കുകയാണ്. വാട്ട് ആർ ദി സീൻസ് എൻഗ്രേവ്ഡ് ഇൻ ദി പില്ലർ, ക്യാൻ യു ഫൈൻഡ് ദം? ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മനസ്സിലാവുന്നത്, അത് ഒന്ന് കണ്ടെത്താൻ വേണ്ടി പറയാം. ചിത്രം നോക്കി എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് ചോദിക്കുകയാണ് നമ്മളോട്. അപ്പോൾ ഒരു ചിത്രം അത്ര ഒരു വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആ ഒരു ചിത്രം നോക്കി കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചിത്രത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യം തന്നെ നോക്കാം. എ റോയൽ പ്രൊസഷൻ ബിലോ ലെഫ്റ്റ്, അല്ലെ? എന്താ പറയുന്നത്? എ റോയൽ പ്രൊസഷൻ എന്ന് പറയുമ്പോൾ ഒരു രാജകീയ ഘോഷയാത്ര. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് വായിച്ചു പോവാണ്. അത് പറയുമ്പോൾ തന്നെ ഈ ഒരു ചിത്രം നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്നത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാ ചിത്രത്തിലുള്ളത് എന്ന് നമുക്കിവിടെ വായിച്ചു പോവാം. എ റോയൽ പ്രൊസഷൻ, അതായത് എന്ത് കാണുന്നുണ്ട്? ഒരു ഘോഷയാത്ര, രാജകീയമായിട്ടുള്ള ഒരു ഘോഷയാത്ര കാണുന്നുണ്ട്. അതേപോലെ അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? അടുത്ത് പറയുന്നു, ദി കിങ് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് 2 trees വിത്ത് ഹിസ് റൈറ്റ് ഹാൻഡ് റേസ്ഡ് ബിലോ റൈറ്റ്. ഓക്കെ, താഴെയാണ്. അതായത് വലത്ത് താഴെ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാം? ഒരു രാജാവ് രണ്ട് വൃക്ഷങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വലത് കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്, അല്ലെ? ഒരു രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? വൃക്ഷത്തിന്റെ 2 മരങ്ങൾക്ക് മുമ്പിൽ വലത് കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ആ ഒരു ചിത്രം നോക്കിയാൽ ഒരു പക്ഷേ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കണ്ടോളാം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. അതേപോലെ മറ്റ് ഒരു പോയിന്റ് ഇവിടെ പറയുന്നു, ദി കിങ് ആൻഡ് ഹിസ് ക്വീൻസ് സ്റ്റാൻഡ് ഇൻ ഒബീസൻസ് അപ്പ് ലെഫ്റ്റ്. അതായത് രാജാവും രാജ്ഞിമാരും ഒക്കെ കൈകൂപ്പി വണങ്ങി നിൽക്കുക എന്നൊക്കെ പറയും നമ്മൾ. കൈകൂപ്പി വണങ്ങി നിൽക്കല്ലോ, ബഹുമാനത്തോടെ വണങ്ങി നിൽക്കുക. അപ്പൊ രാജാവും രാജ്ഞിമാരും അങ്ങനെ വണങ്ങി നിൽക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു പോയിന്റ് ഇവിടെ പറയുന്നു, ദി കിങ് നീൽസ് ഡൗൺ അറ്റ് എ ത്രോൺ വിത്ത് ബുദ്ധാസ് ഫുട് പ്രിന്റ്സ്. അതായത് ബുദ്ധന്റെ കാൽപ്പാടുകളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ഒരു
ആ ഒരു പിന്നെ ചെയറിന്, ആ ഒരു സിംഹാസനത്തിന്റെ മുന്നിൽ രാജാവ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ മുട്ടുകുത്തി വണങ്ങുന്നുണ്ട്, ബുദ്ധനെ വണങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം എന്ന് പറയുന്നു. പക്ഷെ ആ ചിത്രം നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് അത്ര വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റിൽ തന്നെ ആ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളതും. അപ്പൊ ഈ പോയിന്റ്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരാവശ്യമില്ല. എക്സാമിലേക്ക് യാതൊരു തരത്തിലും നമുക്കിത് ഉപകാരപ്പെടില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ എന്തിനാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, these are the different depictions of Ajatashatru, the ruler of Magadha, visiting Buddha. അപ്പൊ എന്താ ഈ സംഗതി? മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു എന്ന വ്യക്തി ബുദ്ധനെ സന്ദർശിക്കുന്നതിൻ്റെ രംഗങ്ങളാണ് ഈ ഒരു പിന്നെ ചിത്രത്തില് നമ്മൾ കാണുന്നത്. ഓക്കെ, അതായത് അജാതശത്രു എന്ന് പറയുന്ന ഭരണാധികാരി, അജാതശത്രു എന്ന് പറയുന്ന മഗധ എന്ന പ്രദേശത്തെ റൂളറാണ്. അദ്ദേഹം ബുദ്ധനെ സന്ദർശിച്ചതിന്റെ ഒരു ചിത്രീകരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഓക്കെ, വിസിറ്റ് ഓഫ് അജാതശത്രു, ബുദ്ധനെ അദ്ദേഹം സന്ദർശിച്ചതിന്റെ ഒരു ചിത്രീകരണമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പോ ആരായിരുന്നു അജാതശത്രു? റൂളർ ഓഫ് മഗധ, മഗധയിലെ ഭരണാധികാരിയാണ്. ഓക്കെ, അപ്പൊ ഈ മഗധയെ പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഈ ചിത്രങ്ങളും ആ മുകളിലുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, അതൊട്ടും എന്തല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമേ അല്ല. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു അജാതശത്രു മഗധയിലെ റൂളറാണ്. അപ്പൊ മഗധ വാസ് വൺ ഓഫ് ദി 16 മഹാജനപദാസ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞല്ലോ ജനപദങ്ങൾ മഹാജനപദങ്ങളായി മാറി. ഓക്കെ, ഈ മഹാജനപദങ്ങൾ പ്രധാനമായിട്ടും 16 മഹാജനപദങ്ങളാണ് പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു ഏത്? മഗധ എന്ന് പറയുന്ന മഹാജനപദം. ഓക്കെ, മഹാജനപദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രമെന്ന് ആ രൂപത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഓക്കെ, 16 വലിയ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് മഗധ എന്ന് നമുക്ക് പറയുന്നത് പോലെ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാജനപദമായിരുന്നു ഏത്? മഗധ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഇൻ ടു ദി ഗ്രോത്ത് ഓഫ് മഹാജനപദാസ്. അപ്പൊ എങ്ങനെയാണ് ഈ മഹാജനപദങ്ങളൊക്കെ ഉണ്ടായി വന്നത്? അതിന്റെ വളർച്ച എങ്ങനെയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ മഹാജനപദങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നമുക്കിവിടെ നോക്കാം. We have already read about the transition from pastoral life to an agrarian one. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആര്യന്മാർ സപ്തസിന്ധു റീജിയന്ന് ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് മാറിയപ്പോൾ അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടായി. പാസ്റ്ററൽ ലൈഫ് നിന്ന് അഗ്രേറിയൻ ലൈഫിലേക്ക് അവർ മാറി. നമ്മൾ പഠിച്ചതാണ്. കന്നുകാലികളെ മേയിച്ച് നടന്നിരുന്ന ആ ഒരു ജീവിതത്തിൽ നിന്നും ഒരു കാർഷിക സമൂഹമായിട്ട് അവർ മാറി, ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് മാറിയപ്പോൾ, അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിൽ. With the help of or with the development of agriculture, people began to settle down in a particular place. നമ്മൾ മനസ്സിലാക്കിയതാണ്. കൃഷി തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. The places where people placed their foot or where the tribe placed its foothold came to be known as Janapada. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ താമസം തുടങ്ങിയ, അതല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി ജനങ്ങൾ കാലുകുത്തിയ, അവരുടെ പാദം ഊന്നിയിട്ടുള്ള സ്ഥലങ്ങളെ, അല്ലെങ്കിൽ ഗോത്രങ്ങള് താമസമാക്കിയ, ജനങ്ങൾ കൂട്ടത്തോടെ താമസമാക്കിയ സ്ഥലങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ജനപദ എന്ന് വിളിക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ദി പ്ലേസസ് where people placed their foot, അതായത് ജനങ്ങൾ അവരുടെ കാലുകുത്തിയ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ, or അല്ലെങ്കിൽ where the tribe placed its foothold came to be known as Janapada. Okay, അപ്പൊ എന്താ ജനപദം? ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രം എന്ന് പറയുമ്പോൾ ആ ഗോത്രത്തിൽ ആരാ ഉള്ളത്? ജനങ്ങളാണ്. അപ്പൊ ജനങ്ങൾ അവരുടെ കാലുകുത്തിയ, പാദമുന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഓക്കെ, ആൻഡ് such Janapadas were known as according to the tribes that had settled there. ഈ ജനപദങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഏത് ട്രൈബിൽപ്പെട്ട, ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണോ ആ ജനപദത്തിൽ താമസമാക്കിയത് കൂടുതലും ഉള്ളത്, അപ്പോൾ ആ ട്രൈബിന്റെ പേരിൽ, ആ ഗോത്രത്തിന്റെ പേരിലാണ് ആ ജനപദങ്ങൾ അറിയപ്പെട്ടത്. ഓക്കെ, thus the people started to show their loyalty not only onto their tribes but also on the places where they had settled. അപ്പൊ മുൻപ്
ആദ്യകാലങ്ങളിലൊക്കെ ജനങ്ങൾക്ക് എന്തിനോട് മാത്രമേ കൂറുള്ളൂ? അവരുടെ ഗോത്രം, അവരുടെ ട്രൈബ് ഏതാണോ ആ ട്രൈബിനോട് മാത്രമേ അവർക്ക് എന്തുള്ളൂ, ജനങ്ങൾക്ക് കൂറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ജനപദങ്ങൾ വന്നപ്പോൾ അവരുടെ ട്രൈബിനോടുള്ളതുപോലെ തന്നെ ഈ ജനപദങ്ങളോടും, ഒരു രാജ്യം എന്ന രൂപത്തിലൊക്കെ ആ ജനപദങ്ങളോടും ജനങ്ങൾക്ക് എന്തുണ്ടാവാൻ തുടങ്ങി? അവരുടെ ഒരു കൂറും ബഹുമാനവും താല്പര്യവും ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. There were then some of these Janapadas combined together to form the Mahajanapadas. അപ്പൊ ഇങ്ങനെയുള്ള ജനങ്ങൾ താമസമാക്കിയ പെർമനന്റ് സെറ്റിൽമെന്റ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെയാണല്ലോ നമ്മൾ ജനപദ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില ജനപദങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടായി? മഹാജനപദങ്ങൾ ഫോം ചെയ്തു. ചില ചെറിയ ചെറിയ ജനപദങ്ങൾ കൂടിച്ചേർന്ന് മഹാജനപദങ്ങൾ ഉണ്ടായി. ഇവിടെ പറയുന്നു there were 16 such Mahajanapadas in the Indian subcontinent. ഇന്ത്യൻ സബ്കോണ്ടിനെന്റില്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത്തരത്തിൽ 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ദി മഹാജനപദാസ് were either ruled by kings. ഈ മഹാജനപദങ്ങളിൽ ഭരണം നടത്തിയത് ആരാ? ചില മഹാജനപദങ്ങളിൽ ഭരണം നടത്തിയത് രാജാക്കന്മാരാണ്. ഓർ ബൈ ഗണസംഘാസ്. ചില മഹാജനപദങ്ങളിലോ ഗണസംഘങ്ങളാണ് ഭരണം നടത്തിയത്. ചില സ്ഥലങ്ങളിൽ രാജാക്കന്മാരും ചില സ്ഥലങ്ങളിൽ ഗണസംഘങ്ങളും. എന്താ ഈ ഗണസംഘങ്ങൾ? നമുക്കിവിടെ അത് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനില്ലെങ്കിലും എക്സ്ട്രാ റീഡിങ്ങിന് ഒരു ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ പറയുന്നുണ്ട് എന്താണ് ഈ ഗണസംഘ എന്നുള്ളത്. നമ്മളത് മുഴുവനായിട്ട് വായിക്കുന്നില്ല, ജസ്റ്റ് ആദ്യത്തെ കാര്യം മാത്രം നോക്കാം. ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബ്സ്. എന്താ ഗണസംഘ? ഗ്രൂപ്പ്സ് ഓഫ് ട്രൈബ്സ് ഓർ ട്രൈബൽ ഹെഡ്സ് ആർ കോൾഡ് ഗണസംഘ. എന്താ ഗണസംഘം എന്ന് പറയുന്നത്? ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര തലവന്മാരുടെ സംഘത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗണസംഘ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗോത്രങ്ങളുടെ അല്ലെങ്കിൽ ഗോത്ര തലവന്മാരുടെ സംഘത്തെയാണ്, ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗണസംഘ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗണസംഘങ്ങളാണ് ചില സ്ഥലങ്ങളിൽ, ചില മഹാജനപദങ്ങളിൽ ഭരണം നടത്തിയത്. ചില സ്ഥലങ്ങളിലോ കിങ്സ് ആണ്, രാജാക്കന്മാരാണ് ഭരണം നടത്തിയത്. Regions lying close to the Himalayan foothills had more of Ganasanghas ruling them. ഈ ഗണസംഘങ്ങൾ കൂടുതലായിട്ടും ഭരണം നടത്തിയത് എവിടെയുള്ള പ്രദേശങ്ങൾ, എങ്ങനെയുള്ള പ്രദേശങ്ങളാണ്? ഇവിടെ പറയുന്നു പിന്നെ ഹിമാലയ പർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു കൂടുതലും ഈ ഗണസംഘ ഭരണം ഉണ്ടായിരുന്നത്. ഓക്കെ, ഹിമാലയൻ പർവ്വത നിരയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ, ഹിമാലയത്തിന്റെ താഴ്വാര മേഖലയിലൊക്കെയാണ് ഗണസംഘ ഭരണം കൂടുതലും ഉണ്ടായിരുന്നത്. Whereas, അതേസമയം most of the Mahajanapadas in the Gangetic plain were under the rule of kings. ഗംഗാസമതലത്തിലെ ഭൂരിഭാഗം മഹാജനപദങ്ങളിലും ഭരണം നടത്തിയത് ആരാണ്? രാജാക്കന്മാരുമാണ്. അപ്പോൾ രാജാക്കന്മാരും കിങ്സും അതേപോലെ തന്നെ ഗണസംഘങ്ങളും മഹാജനപദയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അതില് കൂടുതലും ഏതാണ്? ഗാംഗറ്റിക് പ്ലെയിനിൽ കൂടുതലായിട്ടുള്ളത് രാജാക്കന്മാരുടെ ഭരണം തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള, മെൻഷൻ ചെയ്തിട്ടുള്ള 16 മഹാജനപദങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കംബോജ, ഗാന്ധാരം, ഏതൊക്കെയാ പ്രദേശങ്ങൾ? കംബോജം, അതേപോലെ പിന്നെ ഗാന്ധാരം, അതേപോലെ ഖുരു, പാഞ്ചാലം, കോസല, മല്ല, കാസി, മഗധ, അങ്ക, വജ്ജി, ചെടി, അവന്തി, മത്സ്യ, സുരസേന, അതേപോലെ അസ്മക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പിന്നെ 16 ജനപദ മഹാജനപദങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പേരുകളൊക്കെ ഒന്ന് നോക്കണം, നോക്കി വെക്കേണ്ടതാണ്. The most powerful among the Mahajanapadas was Magadha. എക്സാമിന് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ 16 മഹാജനപദങ്ങളിലെ ഏറ്റവും ഫേമസ്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മഹാജനപദ ഏതാണ്? അത് മഗധയാണ്. The most powerful among the Mahajanapadas was Magadha. എന്തുകൊണ്ട്? Why Magadha? എന്തുകൊണ്ട് മഗധ അത്രയും പോപ്പുലറായി, പവർഫുൾ ആയി? അതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മൈറ്റ് ബി ദി റീസൺ ഫോർ ദിയർ സുപ്രീമസി ഓർ ഫോർ ദി സുപ്രീമസി ഓഫ് മഗധ? മഗധയുടെ ഈ ഒരു സുപ്രീമസിക്കുള്ള കാരണം എന്താ? മഗധ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മഹാജനപദയായി മാറിയത് എങ്ങനെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, റിച്ച് ഡെപ്പോസിറ്റ് ഓഫ്
Okay, rich deposit of iron ore enabled the making of weapons and farming equipments. അതായത് ധാരാളം ഇരുമ്പ് അയിരിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു ഏത് മഗധ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനും കൃഷിക്ക് വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ, മീൻസ് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും ഇരുമ്പ് കൊണ്ടുള്ള കാർഷികോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ മഗധയിലെ ജനങ്ങൾക്ക് സാധിച്ചു. കാരണം ഇരുമ്പ് ധാരാളം, ഇരുമ്പ് അയിര്, അയൺ ഓർ, ഇരുമ്പുണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽ ആണെന്ത് അയൺ ഓർ, ഇരുമ്പിന്റെ അയിര്. അപ്പൊ ആ അയൺ ഓർ ധാരാളം എവിടെയുണ്ട് മഗധയിലെ ഭൂമിക്കടിയിൽ ഡിപ്പോസിറ്റ് ആയിട്ട് അതിന്റെ നിക്ഷേപം ധാരാളമുണ്ട്. അപ്പൊ അത് അവർക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. മഗധയുടെ വളർച്ചയ്ക്കുള്ള ഒരു കാരണം അതാണ്. രണ്ടാമതൊരു കാരണം പറയുന്നു, ഗംഗ ആൻഡ് ഹെർ ട്രിബ്യൂട്ടറീസ് മെയ്ഡ് മഗധ എ ഫെർട്ടൈൽ ലാൻഡ്. ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളുമൊക്കെ ഒഴുകുന്നത് കൊണ്ട് തന്നെ മഗധ എന്ന് പറയുന്നത് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പൊ അതും മഗധയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ട്രീസ് ഫ്രം നിയർ ബൈ ഫോറസ്റ്സ് ഇൻ ദി ഗാംഗറ്റിക് പ്ലെയിൻസ് വർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിഗ് ബോട്ട്സ് ടു ഫെസിലിറ്റേറ്റ് ട്രേഡ്. ഈ പിന്നെ ഗംഗാസമതലത്തിലെ ധാരാളം നിബിഡ വനങ്ങളുണ്ട്, വളരെ ഇടതൂർന്ന് പിന്നെ വളരുന്ന തിക് ഫോറസ്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാടുകളിൽ നിന്ന് ഇവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ധാരാളം മരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ മരങ്ങൾ കൊണ്ട് അവര് എന്തുണ്ടാക്കുന്നു? ബോട്ടുകളും അങ്ങനെയൊക്കെയുള്ള വഞ്ചികളൊക്കെ ഉണ്ടാക്കി കച്ചവടം വളരെ എളുപ്പത്തിൽ, കച്ചവടത്തിന്റെ അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനു വേണ്ട കച്ചവടത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട വഞ്ചികളൊക്കെ സമീപത്ത് തന്നെയുള്ള കാടുകളിൽ നിന്ന് മുറിച്ച മരങ്ങൾ കൊണ്ട് അവരുണ്ടാക്കി. അപ്പൊ അതും അവർക്കൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അവരുടെ ഒരു വളർച്ചയ്ക്ക് പിന്നിലുള്ള ഒരു കാരണമാണ്. അതേപോലെ മറ്റൊന്ന് പറയുന്നു, മെയ്ഡ് യൂസ് ഓഫ് എലഫൻസ് ഇൻ ബാറ്റിൽസ്. അവർ യുദ്ധങ്ങളിൽ സൈന്യത്തിന്റെ ഭാഗമായിട്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ആനകളെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ കാടുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പൊ ഈ കാടുകളിൽ നിന്നും അവർ പിടിച്ച ആനകളെ മെരുക്കി യുദ്ധത്തിൽ ആനകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതും മഗധ ഒരു പവർഫുൾ മഹാജനപതിയായിട്ട് മാറാനുള്ള കാരണമാണ്. മറ്റൊന്ന് പറയുന്നു, പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. കൃഷിയിലും പിന്നെ കച്ചവടത്തിൽ അല്ലെങ്കിൽ വാണിജ്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതി. നെക്സ്റ്റ് വൺ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നദീജല ഗതാഗതം, അതായത് ഗതാഗത സൗകര്യങ്ങളൊക്കെ, നദികളിലൂടെ ഗതാഗത സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവര് ഒരുക്കിയിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നദികൾ അവരുടെ ഈ മഗധ പ്രദേശത്തുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗംഗയും അതിൻ്റെ പോഷക നദികളും ഒക്കെ ഒഴുകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനുള്ള, ജലഗതാഗതത്തിനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. മറ്റൊരു പോയിന്റ് പറയുന്നു, പവർഫുൾ കിങ്ഷിപ്പ് ആൻഡ് ഹൈലി എഫിഷ്യന്റ് മിലിറ്ററി. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടായ മാത്രം പോരാ, അതിന് ചേർന്ന നല്ല ശക്തരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഭരണാധികാരികളും രാജാക്കന്മാരും ആർക്കുണ്ടായിരുന്നു? ഈ മഗധക്കുണ്ടായിരുന്നു. മാത്രവുമല്ല എ ഹൈലി എഫിഷ്യന്റ് മിലിറ്ററി, വളരെ സുശക്തമായിട്ടുള്ള ഒരു സൈന്യവും ആർക്കുണ്ടായിരുന്നു? മഗധക്കുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഏത് മാറിയത്? മഗധ മാറിയത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. Find out the names of the main rulers of Magadha and their clans from the list given below. മഗധയിൽ ഭരണം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണാധികാരികളും അവരുടെ പിന്നെ രാജവംശം, ഏത് രാജവംശത്തിൽപ്പെട്ട, ഏത് ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ് എന്നും ഇവിടെ നമുക്ക് കാണാം. അതിലിപ്പോൾ ഒരു 5 ആൾക്കാരെ പേര് പറയുന്നുണ്ട്, അവരുടെ ഡൈനാസ്റ്റിയും പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിംബിസാര. മഗധയിൽ ഭരണം നടത്തിയ പ്രധാനപ്പെട്ട റൂളേഴ്സും അവരുടെ ഡൈനാസ്റ്റിയുമാണ് പറയുന്നത്. അതിൽ ബിംബിസാര, അതേപോലെ അജാതശത്രു. ബിംബിസാര, അജാതശത്രു രണ്ടുപേരും ദേ ബിലോങ് ടു ഹാര്യങ്ക ഡൈനാസ്റ്റി, ഹാര്യങ്ക രാജവംശമാണ്. ഇനി അടുത്ത പേര് നോക്കുകയാണെങ്കിലോ, ശിശുനാഗൻ കാലശോഖൻ. ശിശുനാഗൻ കാലശോഖൻ രണ്ടുപേരും ശിശുനാഗ ഡൈനാസ്റ്റിയാണ്, ശിശുനാഗ രാജവംശം. അതേപോലെ അടുത്ത പേര് പറയുന്നു മഹാപത്മനന്ദൻ, നന്ദ ഡൈനാസ്റ്റി, നന്ദ രാജവംശം. മഹാപത്മനന്ദൻ, നന്ദ രാജവംശം. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട റൂളേഴ്സ്, എഫിഷ്യന്റ് ആയിട്ടുള്ള റൂളേഴ്സ് എവിടെ ഉണ്ടായിരുന്നു?
മഗധയിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മഗധയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി നമ്മളൊരു അടുത്ത ഹെഡിങ്ങിലേക്ക് നോക്കുമ്പോൾ ഫോറിൻ റിലേഷൻസ് എന്നുള്ളൊരു ഭാഗം കാണാൻ പറ്റും. വൈദേശിക ബന്ധങ്ങൾ. ഓക്കെ, ഫോറിൻ റിലേഷൻസ്, വിദേശത്തു നിന്നുള്ള ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വിദേശത്തു നിന്ന് ആരൊക്കെയോ ഇന്ത്യയുമായി പിന്നെ കോണ്ടാക്റ്റിൽ വന്നതോ അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുറച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, മീൻസ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഫോറിൻ റിലേഷൻസ്, വൈദേശിക ബന്ധങ്ങൾ. എന്താ അദ്ദേഹം പറയുന്നത്? An animal that carries on its forehead the entire grandeur of the forest, those who tame it and sit on its top, a land from where woolen clothes are weaved out from trees, people who use substances sweeter than honey, a land with no slaves and a place where people reap golden harvest without hard work, and much, much more. അലക്സാണ്ടർ പറയാണ് ഏതൊരു പ്രദേശത്തെ പറ്റി, ആ പ്രദേശത്തിന്റെ കുറെ പിന്നെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം? അതായത് പിന്നെ ഈ കാടിന്റെ സൗന്ദര്യം മുഴുവൻ തന്റെ പിന്നെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമാകാരനായിട്ടുള്ള മൃഗം ഏതാ ഉദ്ദേശിക്കുന്നത്? ആനയെ ഉദ്ദേശിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാട്ടിലെ വലിയ ഭീമാകാരമായിട്ടുള്ള ആ മൃഗത്തെ, ആനയെ മെരുക്കി അതിന്റെ പുറത്ത് കയറി സവാരി ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ഓക്കെ, ഒരു പ്രദേശത്തെ പറ്റി പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാട്ടിലെ വലിയൊരു മൃഗമായിട്ടുള്ള ആനയെ മെരുക്കി ആ ആനയുടെ മുകളിൽ കയറിയിരുന്ന് സവാരി ചെയ്യുന്ന ആളുകൾ, അതേപോലെ മരത്തുനിന്ന് കമ്പിളി വസ്ത്രം നെയ്തെടുക്കുന്ന ആൾക്കാർ, അവരുടെ നാട്, അതേപോലെ തേനിനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അല്ലെ, പീപ്പിൾ ഹു യൂസ് സബ്സ്റ്റാൻസസ് സ്വീറ്റർ ദാൻ ഹണി, അതായത് തേനിനേക്കാളും മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ. അതേപോലെ ലാസ്റ്റ് പറയുന്നു a land with no slaves and a place where people reap golden harvest without hard work and much, much more. അതായത് അടിമകളില്ലാതെ, വലിയ ശാരീരിക അധ്വാനമില്ലാതെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ, അങ്ങനെ എന്തെല്ലാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു പ്രദേശത്തെ പറ്റി ആര് പറയാണ്? അലക്സാണ്ടർ പറയാണ്. ഓക്കെ, ഇത് ഏത് പ്രദേശത്തെ പറ്റിയാ പറയുന്നത് നോക്കാം. These are the sites that Alexander, the ruler of Macedonia in Greece, saw when he came to attack India in BCE 327. ഗ്രീസിലെ അല്ലെങ്കിൽ ഗ്രീക്കിലെ മാസിഡോണിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഭരണാധികാരിയായിരുന്നു ആര്? അലക്സാണ്ടർ ചക്രവർത്തി. ഇദ്ദേഹം BCE 327 ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വന്നപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ കണ്ട് അദ്ദേഹം ഇന്ത്യയെ വർണ്ണിച്ചതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ആരെ പറ്റിയാ? ഇന്ത്യയെ പറ്റിയാണ്, ഇന്ത്യക്കാരെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ BCE വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇയർ BCE 327 അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ? എന്തുകൊണ്ടായിരിക്കും അലക്സാണ്ടർ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അലക്സാണ്ടറിനെ പ്രേരിപ്പിച്ച, പ്രോംപ്റ്റ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് അലക്സാണ്ടർ ടു അറ്റാക്ക് ഇന്ത്യ ഇൻ BCE 327? എന്തൊക്കെയാണ് കാരണങ്ങൾ? 2 പോയിന്റ്സ് ഇവിടെ പറയുന്നുള്ളൂ. ഒന്ന്, ടു ക്യാപ്ചർ ഓൾ റീജിയൻസ് അണ്ടർ ദി പേർഷ്യൻ എംപറർ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. അതാണ് ഒരു ലക്ഷ്യം. അപ്പൊ ഇന്ത്യ കൂടി ആക്രമിക്കുമ്പോൾ ആ ലക്ഷ്യം അവർക്ക് പൂർണ്ണമായിട്ട് അലക്സാണ്ടർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ പേർഷ്യൻ ഭരണാധികാരികളുടെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ അടുത്തത്, ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ. നമ്മൾ പറഞ്ഞല്ലോ ഗ്രീസിലെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പോ ആ ഗ്രീക്ക് സംസ്കാരം ഇന്ത്യയിലും വ്യാപിപ്പിക്കുക, ഇതായിരുന്നു മറ്റൊരു ലക്ഷ്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയെ ആക്രമിക്കാൻ രംഗത്ത് വന്നത്. Before the invasion of Alexander, the northwestern region of India were conquered by the Persian ruler Cyrus. അതായത് അലക്സാണ്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം ആര് കീഴടക്കിയിട്ടുണ്ട്? പേർഷ്യൻ റൂളറായിട്ടുള്ള സൈറസ് കീഴടക്കിയിട്ടുണ്ട്. ഓക്കെ, സൈറസ് കീഴടക്കിയിട്ടുണ്ട്. The knowledge of the wealth of India and the lack of unity among the rulers in the northwestern region had prompted him to attack India.
അതായത് പിന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താ? ദി നോളജ് ഓഫ് ദി വെൽത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സമ്പത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അദ്ദേഹം. ധാരാളം സമ്പത്തുള്ള നാടാണ് ഇന്ത്യ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതാണ് ഒരു ഘടകം. അതേപോലെ ദി ലാക്ക് ഓഫ് യൂണിറ്റി അമംഗ് ദി റൂളേഴ്സ് ഇൻ നോർത്ത് വെസ്റ്റേൺ റീജിയൻ. നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഓരോ പ്രദേശവും ഭരിക്കുന്ന റൂളേഴ്സിന് എന്തില്ല, തമ്മിൽ യാതൊരു ഐക്യവും അവർ തമ്മിൽ ഇല്ല എന്ന തിരിച്ചറിവും സൈറസിനുണ്ടായി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം, ഈ പ്രദേശത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന് ആര് മനസ്സിലാക്കി? സൈറസ് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നത്. ഫോളോവിങ് സൈറസ്, സൈറസിന് ശേഷം ഡാരിയസ് ഫസ്റ്റ് അറ്റാക്ട് ഇന്ത്യ ആൻഡ് ടുക്ക് ഹോൾഡ് ഓഫ് സിന്ധ് ആൻഡ് പഞ്ചാബ്. ഈ പറയുന്ന സൈറസിന് ശേഷം പിന്നെ ഇന്ത്യയെ ആക്രമിച്ച് ഈ സിന്ധ് റീജിയൻ, പഞ്ചാബ് റീജിയൻ ഒക്കെ പിടിച്ചെടുത്ത ഭരണാധികാരി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡാരിയസ് ഒന്നാമൻ. ഓക്കെ, ഡാരിയസ് ഒന്നാമൻ. അപ്പോൾ അലക്സാണ്ടർ BC 327 ഇന്ത്യയെ ആക്രമിക്കുന്നത്. അതിനും മുന്നേ വന്ന ആളാണ് ആര്? സൈറസ്. സൈറസിനെ തുടർന്ന് ഇവിടെ വന്ന ആളാണ് ഡാരിയസ് ഒന്നാമൻ, ഡാരിയസ് ഫസ്റ്റ്. ഓക്കെ, let's look into the results of invasions of the Persians and Macedonia. അപ്പോൾ പേർഷ്യൻ ഭരണാധികാരികളും അതേപോലെ മാസിഡോണിയയിൽ നിന്നുള്ള അലക്സാണ്ടറും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട് എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ? പേർഷ്യൻ ഭരണാധികാരികൾ ആക്രമിച്ചിട്ടുണ്ട്. അവർ കുറച്ചു കാലം പല പ്രദേശങ്ങളും പിടിച്ചെടുത്ത് ഭരിച്ചിട്ടുണ്ട്. പിന്നീട് മാസിഡോണിയയിൽ നിന്നുള്ള അലക്സാണ്ടർ ചക്രവർത്തിയും ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാളുകളുടെയും പിന്നെ ആക്രമണത്തിന്റെ, ഇന്ത്യയെ അവർ ആക്രമിച്ചല്ലോ. അപ്പൊ ഈ രണ്ടാളുകളുടെയും ഈ ഒരു അറ്റാക്കിന്റെ, ഇൻവേഷൻസിന്റെ, ഈ ഒരു ആക്രമണത്തിന്റെ, കടന്നുകയറ്റത്തിന്റെ റിസൾട്ട്സ്, ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ദി റിസൾട്ട്സ് ഓഫ് ദി ഇൻവേഷൻസ് ഓഫ് പേർഷ്യൻസ് ആൻഡ് മാസിഡോണിയ. പേർഷ്യൻ ഭരണാധികാരികളും അതേപോലെ ഗ്രീസിൽ നിന്നുള്ള അല്ലെങ്കിൽ മാസിഡോണിയയിൽ നിന്നുള്ള അലക്സാണ്ടറും ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം പേർഷ്യന്റെ കാര്യം പറയുന്നു. അതായത് പേർഷ്യൻ അറ്റാക്കിന്റെ, പേർഷ്യൻ ഇൻവേഷന്റെ, പേർഷ്യക്കാരുടെ കടന്നുവരവിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ റിസൾട്ട്സ് നമ്മുടെ രാജ്യത്തുണ്ടായി അത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താ? ട്രേഡ് റിലേഷൻസ് ബിറ്റ്വീൻ പേർഷ്യ ആൻഡ് ഇന്ത്യ ഇൻക്രീസ്ഡ്. ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങൾ എന്തായി? ഒന്ന് മെച്ചപ്പെട്ടു. ഓക്കെ, വർദ്ധിച്ചു. അതേപോലെ എ ന്യൂ സ്ക്രിപ്റ്റ് നെയിംഡ് ഖരോഷ്ടി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇന്ത്യയിൽ ഒരു പുതിയ ലിപി നിലവിൽ വരാൻ കാരണമായി. ആ ലിപിന്റെ പേരാണ്, ആ സ്ക്രിപ്റ്റിന്റെ പേരാണ് ഖരോഷ്ടി ലിപി. ഓക്കെ, പേർഷ്യക്കാരുടെ വരവിന്റെ ഭാഗമായിട്ട് ഖരോഷ്ടി എന്ന് പറയുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ് ഇവിടെ ഫോം ചെയ്തു. അതേപോലെ നെക്സ്റ്റ് വൺ, ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സ്കൾപ്ചർ. നമ്മുടെ ഇന്ത്യയുടെ ശില്പകലയെ പേർഷ്യൻ ഭരണം സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് പേർഷ്യൻ സ്കൾപ്ചർ ഇന്ത്യൻ സ്കൾപ്ചറിനെ വല്ലാതെ, ശില്പകലയെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേർഷ്യൻ ഗോൾഡ് കോയിൻസ് വർ സർക്കുലേറ്റഡ് ഇൻ ഇന്ത്യ. പേർഷ്യയിലെ പേർഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പോയിന്റ്, the philosophers and scholars in India got ample encouragement from the Persians. ഇന്ത്യയിലുള്ള പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും ഒക്കെ, ഇന്ത്യയിലുള്ള സ്കോളേഴ്സിനും ഫിലോസഫേഴ്സിനും ഒക്കെ പേർഷ്യക്കാരുടെ നല്ല എൻകറേജ്മെന്റ്, പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഇന്ത്യയിലുള്ള ചിന്തകന്മാർക്കും ഫിലോസഫേഴ്സിനും അതേപോലെ സ്കോളേഴ്സിനും ഒക്കെ വലിയ പ്രോത്സാഹനങ്ങൾ, പ്രചോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പേർഷ്യൻ ഇൻവേഷൻസിന്റെ റിസൾട്ട്. ഓക്കെ, പേർഷ്യൻ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി മാസിഡോണിയൻ ഇൻവേഷന്റെ അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ കടന്നുവരവിനെ തുടർന്ന് എന്തൊക്കെ റിസൾട്ട്സ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ ഫലങ്ങളാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നു, ട്രേഡ് റിലേഷൻസ് വിത്ത് യൂറോപ്പ് വാസ് സ്ട്രെങ്തൻഡ്. യൂറോപ്പുമായിട്ടുള്ള, ഓക്കെ, യൂറോപ്പ്, ഈ ഗ്രീക്ക് എന്ന് പറയുന്നത്, മാസിഡോണിയ എന്നൊക്കെ പറയുന്നത് ഇവിടെ, അത് യൂറോപ്പിലാണ്. അപ്പൊ യൂറോപ്പുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ ശക്തിപ്പെടാൻ അത് കാരണമായി. അതേപോലെ മറ്റൊരു പോയിന്റ് പറയുന്നു, ന്യൂ ട്രേഡ് റൂട്ട്സ് ബോത്ത് ലാൻഡ് ആൻഡ് സീ ഡെവലപ്ഡ്. കടൽ മാർഗവും അതേപോലെ തന്നെ കരമാർഗവും പുതിയ ട്രേഡ് റൂട്ടുകൾ, ഓക്കെ, പുതിയ പിന്നെ വാണിജ്യ പാതകളൊക്കെ ഉണ്ടാവാൻ കാരണമായി. അതേപോലെ ജിയോഗ്രഫിക്കൽ നോളജ് ഇൻക്രീസ്ഡ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവുകൾ വർദ്ധിച്ചു. അത് പറയാനുള്ള കാരണം,
അലക്സാണ്ടർ ഏതൊക്കെ പ്രദേശത്ത് ആക്രമണങ്ങൾ നടത്തി? ഒരുപാട്, ലോകത്തിന്റെ പല ഭാഗത്തും ആക്രമണങ്ങൾ നടത്തി പല പ്രദേശങ്ങളും പിടിച്ചെടുത്ത ഭരണാധികാരിയാണ് അലക്സാണ്ടർ. അപ്പൊ അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ പ്രദേശത്തിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ജിയോഗ്രഫി, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ജിയോഗ്രഫിക്കൽ സ്റ്റഡി നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എവിടെയൊക്കെ പോകുന്നുണ്ടോ ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തി അതിനെപ്പറ്റിയൊക്കെ ഒരു വലിയ റിപ്പോർട്ട്, പുസ്തകങ്ങൾ തയ്യാറാക്കുക, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുക, പല കാര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പൊ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ അത് നമുക്ക് ഏത് രീതിയിൽ ഉപകാരപ്പെട്ടു? ജിയോഗ്രഫിക്കൽ നോളജ് ഇൻക്രീസ്ഡ്, നമ്മുടെ ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിക്കാൻ ഇത് കാരണമായി. ദെൻ unification of regions in the northwestern frontiers of India took place. നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ, അതല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളൊക്കെ, ആ പ്രദേശങ്ങളിലൊക്കെ ഒരു ഐക്യം ഉണ്ടാവാൻ, പല പ്രദേശങ്ങളുടെയും ഒരു ഐക്യപ്പെടലിന് അല്ലെങ്കിൽ ഒരു ഒരുമയുണ്ടാവാൻ എന്ത് കാരണമായി? ഒരു ഏകീകരണം ഉണ്ടാവാൻ ഈ മാസിഡോണിയയിൽ നിന്നുള്ള ഭരണാധികാരികളുടെ അല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ ഈ ഒരു വരവോടുകൂടി അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നു. അതായത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയമായി ഒരു ഏകീകരണം, ഒരു പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഒക്കെ പറയാം നമുക്ക്. രാഷ്ട്രീയമായിട്ട് ഒരു ഏകീകരണം ആ ഒരു മേഖലയിൽ ഉണ്ടാവാൻ കാരണമായി. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഗ്രീക്ക് ആർക്കിടെക്ചർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഗ്രീക്ക് ആർക്കിടെക്ചർ, ഗ്രീക്ക് വാസ്തുവിദ്യ അല്ലെങ്കിൽ ഗ്രീക്ക് നിർമ്മാണ കല ഇന്ത്യയിൽ പ്രചരിച്ചു. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് മാസിഡോണിയൻ ഇൻവേഷൻസിന്റെ അല്ലെങ്കിൽ ഗ്രീക്ക് ഇൻവേഷൻസിന്റെ, അതല്ലെങ്കിൽ അലക്സാണ്ടറിന്റെ ഇൻവേഷൻസിന്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേർഷ്യൻ ഇൻഫ്ലുവൻസും മാസിഡോണിയൻ ഇൻഫ്ലുവൻസും നമ്മളിപ്പോൾ നോക്കി. ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സപ്തസിന്ധു റീജിയനിലേക്കാണ് ആര്യന്മാർ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് അവർ ഗാംഗറ്റിക് വാലിയിലേക്ക്, ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണെന്ത് ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ സപ്തസിന്ധു റീജിയനിൽ ഏതാണ് അത്? വേദിക്, ഋഗ്വേദിക് പീരീഡ് ആണ്. ഋഗ്വേദം ഉണ്ടായത് ആ കാലഘട്ടത്തിലാണ്. പിന്നീട് ലേറ്റർ വേദിക് പീരീഡ് ആണ് ഗാംഗറ്റിക് വാലിയിലേക്ക്, ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് ജനങ്ങൾ മാറിയത്. സാമവേദ, യജുർവേദ, അഥർവവേദ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. പാസ്റ്റോറൽ ലൈഫിൽ നിന്നും അവർ അഗ്രികൾച്ചറിലേക്ക് മാറി, സിറ്റീസും ട്രേഡും ഒക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നീട് രണ്ട് ന്യൂ ഐഡിയാസ്, ശ്രമണാസ്, രണ്ട് ഐഡിയാസ് നമ്മൾ പരിചയപ്പെട്ടു. ജൈനിസം, അതേപോലെ ബുദ്ധിസം. ജൈനിസത്തിന്റെ വക്താവ് മഹാവീര, ബുദ്ധിസത്തിൻ്റെ ശ്രീബുദ്ധ. അതൊക്കെ നമ്മൾ നോക്കിയതാണ്. മഹാജനപദങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു മഗധ എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫോറിൻ റിലേഷൻസിന്റെ ഭാഗമായി ഇന്ന് ഏറ്റവും അവസാനം നമ്മൾ നോക്കി പേർഷ്യ, അതേപോലെ മാസിഡോണിയ. പേർഷ്യൻ ഇൻവേഷന്റെയും അതേപോലെ മാസിഡോണിയൻ ഇൻവേഷൻസിന്റെയും ഒക്കെ റിസൾട്ട്സ് എന്തായിരുന്നു, ഇൻഫ്ലുവൻസ് എന്തായിരുന്നു എന്ന് നമ്മൾ നോക്കി. അപ്പൊ ഇതോടുകൂടി ഒരു യൂണിറ്റ്, ഈ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പൊ പുതിയ ഒരു യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.